2014 മുംബൈയിലെ കല്യാണിൽ നിന്നും IS കേന്ദ്രങ്ങളിലെത്തിയ 4 യുവാക്കളിൽ ഒരാൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് 3 പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. 2015 ഇന്ത്യയിൽ നിന്നും 21 പേർ ISൽ ചേരുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് ഇവരിൽ 2 പേർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. കേരളത്തിൽ നിന്നും 2016 21 പേരാണ് അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലെത്തിയത്. ഇവരിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ സുരക്ഷാ ഏജൻസി വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കൂടാതെ UAE, സൗദി അറേബ്യ, ഇറാൻ, ടർക്കി എന്നീ എംബസികൾക്ക് പുതിയ ഇന്ത്യൻ പാസ്പോർട്ടുകളുമായി എത്തുന്നവരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് 200ഓളം പേർക്ക് ISുമായി ബന്ധമുള്ളതായും കേന്ദ്ര ഏജൻസിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ IS ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മലയാളികൾക്കിടയിലുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ 12ഓളം ശബ്ദ സന്ദേശങ്ങൾ ഇതിനകം എത്തിയതായും NIA കണ്ടെത്തി. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രങ്ങളിലെത്തിയ 21 മലയാളികളിൽ 3 പേർ കൊല്ലപ്പെട്ടതായാണ് സ്ഥിരീകരണമെത്തിയത്. അതുകൊണ്ട് തന്നെ IS ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഇവർ സുരക്ഷിതമായ താവളം തേടിയേക്കുമെന്നാണ് ഇന്റലിജൻസ് ലഭിച്ച റിപ്പോർട്ട്. KV ബൈജു, റിപ്പോർട്ടർ, കോഴിക്കോട്.